എസ് കെ ഞാൻ എൻ്റെ അഭിപ്രായം ആവർത്തിച്ച് പറയുന്നു. കേരളത്തിലെ പൊതുജനാരോഗ്യം പോലെ സംവിധാനം പോലെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പോലെ, കേരളത്തിലെ പൊതുഗതാഗത സൗകര്യവും പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമാക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റിന്റെ മെഷീനറി മാറണം. അതിനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ? അതുപോലെ തന്നെ കർണാടക മാതൃകയിൽ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികൾ ഇത് ഏറ്റെടുക്കുക എന്ന സംവിധാനത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇതിനകത്ത് വെക്കുകയാണ്. എസ് കെ 2 പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. അതിൽ മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആശാ വർക്കർമാരുടെ പ്രശ്നമാണ്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ അനുഭാവപൂർണ്ണമാണ് ഈ സർക്കാർ ഇതുവരെ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അവർ തൃപ്തരാണ്. എന്തുകൊണ്ടാണ് 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ 266 ദിവസം വെള്ളം പോലും കുടിക്കാതെ ആശമാർ സമരം ചെയ്തപ്പോൾ അനുഭാവപൂർണ്ണം ഒരു ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താമെന്ന ഒരു സാധാരണ ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരു വാഗ്ദാനം പോലും നൽകാൻ കഴിയാതെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി സർക്കാർ വാക്ക് പാലിക്കുമോ എന്ന് സംശയിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അടിസ്ഥാനമില്ല. ഏതായാലും ഈ സർക്കാർ ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ തൊട്ടതെല്ലാം പ്രശ്നങ്ങളാണ്, അവർ വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുന്നു എന്ന ദോഷൈക ദൃക്കുകൾ നമ്മൾ ആവേണ്ടതില്ല. അതേസമയം തന്നെ എസ് കെ അതേ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുക എന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തുള്ള പിഴവുകൾ, വാഗ്ദാന ലംഘനങ്ങൾ, പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലെ അലംഭാവം, അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ, ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ. അതുകൊണ്ട് അവരോട് ഒരു കരുണയും അവരെ വിമർശിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കേണ്ടതില്ല. പക്ഷേ ദിസ് ഈസ് ടു ഏർലി ടു ജഡ്ജ് എന്ന അഭിപ്രായമാണ് എനിക്ക്.